നമ്മള് നന്മ മരം സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാകുന്നതിനു വേണ്ടി വല്ലാണ്ടങ്ങ് കളിച്ചു. നോക്കുമ്പോ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ദൃശ്യമായിരുന്നു നമ്മുടെ നന്മമരം കാക്ക കണ്ടത്. ചുറ്റിനും ഒരുപാട് ആളുകൾ, ക്യാമറകൾ, മൈക്കുകൾ, യൂട്യൂബ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, ഇൻസ്റ്റഗ്രാം തുറന്നാൽ, ട്വിറ്റർ തുറന്നാൽ, ഇതിലെല്ലാത്തിലും കാക്കയുടെ മുഖം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. കാക്കയുടെ വാക്കുകൾ കേൾക്കാനും ഒപ്പിയെടുക്കാനും ഒരുപാട് ആളുകൾ, അതിനിടയിൽ ഒരുപാട് യൂട്യൂബർമാർ, മുഖ്യധാര മാധ്യമങ്ങൾ, ഇതിലൊക്കെ കാക്ക കണ്ണു പിടിച്ചു. കാക്കയുടെ കണ്ണ് തുറിച്ചുപോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായി. ഒരു പാവപ്പെട്ട പയ്യനെ കുരുതി കൊടുത്തത് മാത്രമല്ല, ശരി പോട്ടെ, അപകടമുണ്ടായി, കുരുതി കൊടുത്തു എന്ന് പറയണ്ട, മനാഫല്ലല്ലോ അതിന്റെ ഉത്തരവാദി. എന്നിട്ട് ആ കുടുംബത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുക കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചേർന്ന കാര്യമല്ല. ആ കുടുംബം വിളിച്ച് പല തവണകളിലായി ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ പറയരുത്. അവര് പറയുന്നു, ഞങ്ങൾ കാല് പിടിച്ചു പറഞ്ഞു നോക്കി, ഞങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിഴക്കരുത്. ഞങ്ങൾ സ്വകാര്യത ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഞങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോയിക്കോളാം. ആരുടെയും സാമ്പത്തിക സഹായമോ സഹതാപ കണ്ണുകളോ ഞങ്ങൾക്ക് വേണ്ട. അതിനിടയില് അവര് കരയുന്നില്ല, വിളിക്കുന്നില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അർജുന്റെ ഭാര്യ നിങ്ങളുടെ മുമ്പിൽ വന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചു കാണിച്ചാലേ അവർക്ക് ദുഃഖമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. ഇത് എന്തുവാണ് ഹേ ഇത്? നമ്മളും ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നവരല്ലേ. ഒരു വികാരങ്ങളും സ്ഥായിയല്ല, ആകാൻ പാടില്ല. എല്ലാം നൈമിഷികം മാത്രമാണ്. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ആനന്ദമാണെങ്കിലും സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും എല്ലാം നൈമിഷികം മാത്രമാണ്. ഇപ്പോ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അതും ഓർത്തിങ്ങനെ അണ്ടിക്കണ്ണ് ഉരുട്ടിയിരിക്കലാണോ നമ്മളൊക്കെ ചെയ്യുന്നത്? നമ്മളൊക്കെ ദുഃഖമുണ്ട് ഇല്ലെന്നല്ല, ഒരു പിതാവില്ലാത്ത ദുഃഖം ചെറുപ്പത്തിലേ അനുഭവിച്ചറിഞ്ഞു വളർന്ന ആളാണ് ഞാൻ. അതും ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളില്ലെങ്കിൽ അയ്യോ അവരെന്ത് ചെയ്യും, ഇവരെന്ത്, ഒരു പുല്ലും സംഭവിക്കില്ല. നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പും ഈ ലോകം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. നമ്മളില്ലെങ്കിലും ഇതിങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഉണ്ടെങ്കിലേ സൂര്യൻ ഉദിക്കൂ, നമ്മൾ ഇല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കില്ല, ഉദിക്കില്ല. ഈ ധാരണ തെറ്റ. നമ്മളില്ലെങ്കിലും എല്ലാവരും ജീവിക്കും, ആരില്ലെങ്കിലും നമ്മളും ജീവിക്കും. നമ്മുടെ ഒരു മിഥ്യാധാരണ മാത്രമാണ്, അയ്യോ ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണിയാകും, ഗതികേടില്ല. അങ്ങനെയൊക്കെ കുടുംബത്തിന്റെ നെടുന്തൂണുകൾ നഷ്ടപ്പെട്ടിട്ടും ആ കുടുംബം ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ഫീനിക്സ് പക്ഷികളെ പോലെ. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ്. ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരു കാര്യവുമില്ല ആ ചോദ്യത്തിന്. ഞാൻ ആയതുകൊണ്ടാണ് സഹിക്കുന്നത്. ഒരു കാര്യവുമില്ല അത്തരം പദപ്രയോഗങ്ങൾക്കൊന്നും. ആരില്ലെങ്കിലും ഇതിങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കുവാണ് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന്. നമ്മളൊന്നുമല്ല. ഒരു രാത്രി സുഖമായി രാവിലെ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ മനക്കോട്ട കെട്ടി കിടന്നുറങ്ങിയ മനുഷ്യന്മാർ നമ്മളുടെ കൺമുമ്പിലൂടെയാണ്. വയനാട് പുഴയിലൂടെ കയ്യും കാലും ഇല്ലാതെ, ഉടലില്ലാതെ, തലയില്ലാതെ ഒക്കെ ഓടിപ്പാഞ്ഞു നടന്നത്. ആലോചിച്ചാ മതി. അപ്പോ നമ്മളെ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. പക്ഷേ നമ്മളിതൊന്നും പഠിക്കാറില്ല. ആ ഒരു ചെറിയ സമയത്തേക്കു മാത്രം. ആ കുടുംബത്തെ വീണ്ടും 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 വേട്ടയാടിയപ്പോൾ കാക്ക വിചാരിച്ചു, എല്ലാ കാലത്തും മാധ്യമങ്ങൾ ഇങ്ങനെ എൻ്റെ പിന്നാലെ നടക്കും. അങ്ങനെ ഒന്നാളാകാൻ ശ്രമിച്ച കാക്ക
ഏതാണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ എത്രമാത്രം ഉയർന്നോ അത്രയും വീഴ്ചയുടെ ആഘാതം ഏറി. വളരെ പെട്ടെന്ന് തന്നെ കേരള ജനത കാക്കയെ നെഞ്ചിലേറ്റി. 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന കാക്ക ഇപ്പോൾ 4 ലക്ഷത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നൈമിഷികം മാത്രമാണ്. ഒരു കുടുംബത്തെ വേട്ടയാടി സുഖിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് കാക്ക പറയുന്നത് ആ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു പറയുന്നു നാം. എന്ത് പറച്ചിലാണ് ഈ പറഞ്ഞത്? എനിക്കിനി മുതൽ 4 മക്കൾ, എനിക്കിനി മുതൽ 2 അമ്മ, എനിക്കിനി മുതൽ 2 അച്ഛൻ, എനിക്കിനി മുതൽ 5 സഹോദരങ്ങൾ, ഇനി പറയാൻ ബാക്കി എന്താ? എനിക്കിനി മുതൽ 2 ഭാര്യമാർ. ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ആ കുടുംബത്തിന് അത് ഇഷ്ടമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ടുന്ന ഗതികേടിലല്ല ആ കുടുംബം. ഇപ്പൊ അർജുന്റെ കുടുംബത്തിന് നേരെ അതോടുകൂടി സൈബർ ആക്രമണം ഉണ്ടായി. അവര് സഹികെട്ട് സോഷ്യൽ മാധ്യമത്തിലൂടെ പ്രതികരിക്കാൻ തയ്യാറായി ഒരു പ്രസ് മീറ്റ് വിളിച്ചു. എന്താ അതിൽ തെറ്റ്? അവർക്ക് പറയാനുള്ളത് പറയണ്ടേ? കുറേയായി അവര് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന്, കാക്കമാർക്കാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവരാണ്, എല്ലാം കൂടി ചേർന്ന് അവരെ അറ്റാക്ക് ചെയ്തു. ലോറി ഉടമയാണ് എന്ന് നടിച്ച മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അർജുന്റെ കുടുംബം മുന്നോട്ട് വെച്ചത്. അതൊക്കെ ശരിയാണ് എന്ന് കാക്ക സമ്മതിക്കുകയും ചെയ്തു. ലോറി ഉടമയും ശമ്പളം എല്ലാം ഉൾപ്പെടെ. അതോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മുഴുവനും ഒന്നാകെ ഇളകി മറിഞ്ഞ ആ കുടുംബത്തെ സൈബർ അറ്റാക്കിങ്ങിന് വിധേയരാക്കി. അർജുന്റെ ഭാര്യയെ വെറുതെ വിട്ടില്ല, അമ്മയെ വെറുതെ വിട്ടില്ല, സഹോദരിയെ എല്ലാവരെയും ചേർത്ത് അലക്കി. മനാഫ് നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലും വലിയ രൂപത്തിൽ സൈബർ ആക്രമണം നേരിടുന്നു എന്ന് ആ കുടുംബം ഇന്നലെ പറഞ്ഞു. ലോറിയും അതിലുണ്ടായിരുന്ന തടിയും മനാഫുമായി ബന്ധമില്ല, മുബീന്റേതാണത്. അർജുനെ കാണാതായതു മുതൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും മുബീനുമാണ് ശിരൂരിൽ ഉണ്ടായിരുന്നത് എന്നും കുടുംബം പറഞ്ഞു. 19-ാം തീയതിയാണ് മനാഫ് അവിടെ എത്തുന്നത് തന്നെ. ലോറി ഉടമ മനാഫാണ് എന്ന് പ്രചരിച്ചത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് കുടുംബം പറഞ്ഞതിൽ എന്താ തെറ്റ്? തന്നെയുമല്ല, ഇത് തുടർന്നാൽ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞത് ഗതികേടിന്റെ അവസാന സ്റ്റേജാണ്. നിരവധി ആളുകൾ സഹായവുമായി മനാഫിനെ സമീപിച്ചിട്ടുണ്ട്. മനാഫ് പണം വാങ്ങാൻ തുടങ്ങിയത് തങ്ങൾക്ക് വേദനയുണ്ടാക്കിയെന്ന കുടുംബം പറയുന്നെങ്കിൽ അവരുടെ കയ്യിൽ അതിന്റെ തെളിവുണ്ട്. അർജുന്റെ കുടുംബത്തെ ഒന്നിനും കൊള്ളത്തില്ല എന്ന തോന്നലാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത് എന്ന് അവർക്ക് തോന്നി. അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയതടക്കമുള്ള ആരോപണങ്ങൾ മനാഫ് നിഷേധിച്ചു. കുടുംബം തുടർന്നു. ഇതിന് പിന്നാലെയാണ് അർജുന്റെ കുടുംബത്തെ സൈബർ ആക്രമണം നടത്തിയത്. ഒരു വിഭാഗം ആളുകൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ശൈലിയിൽ മതവും രാഷ്ട്രീയവും കലർത്തി ചിലർ തുടങ്ങിവെച്ച സൈബർ ആക്രമണം അതേ സ്വഭാവമുള്ള മറ്റുള്ള ആളുകളും ഏറ്റെടുത്തു. നോക്കുമ്പോ ആ കുടുംബത്തെ നന്ദി കെട്ടവരെന്ന് വിളിച്ചപ്പോ നല്ല മാർക്കറ്റ്. നമ്മൾ ആദ്യം വിചാരിച്ചു ഇവരെന്താ ഇങ്ങനെ മനാഫ് ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവരെന്താ നന്ദി കേട് കാണിക്കുന്നത്? മനസ്സിലാക്കിയാതിരുത്തണ്ടേ. മനാഫിന്റെ അവകാശവാദങ്ങൾക്കെതിരെ പത്രസമ്മേളനം നടത്തി. സഹോദരി അഞ്ജുവിന്റെ ഭർത്താവ് ജിതിനെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു അടുത്ത സൈബർ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. ഒരേ സ്വഭാവമുള്ള പ്രൊഫൈലുകൾ, സമാനമായ കമന്റുകൾ ഇവർക്കെതിരെ എഴുതിക്കൂട്ടി. മനാഫിന് പിന്തുണ നൽകാൻ അയാളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ക്യാമ്പയിനും നടന്നു. ഏതോ കേന്ദ്രത്തിലിരുന്ന് നിയന്ത്രിക്കുന്നത് പോലെ ഒരേ പാറ്റേണിലായിരുന്നു സൈബർ ആക്രമണം നടന്നത്. ഒരു ദിവസം കഴിഞ്ഞു, 2-ാം ദിവസമായിട്ടും സൈബർ ആക്രമണത്തിന് ഒരു കുറവുമില്ല. എത്ര വലിയ സൈബർ ആക്രമണം നടന്നാലും ശരി, നിങ്ങൾ വളഞ്ഞിട്ടക്രമിച്ചാലും പൊതുനിരത്തിൽ നിങ്ങൾ അപമാനിച്ചാലും ശരി, പറഞ്ഞ അതേ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് ആ കുടുംബം പറഞ്ഞതോടെ വോൾട്ടേജ് കുറഞ്ഞു പോയി.
ഒരു വിഭാഗം സൈബർ ഗുണ്ടകൾക്ക്. കാരണം ഇനി എന്ത് പറഞ്ഞു പിടിച്ചു നിൽക്കും? കുടുംബം ഏതെങ്കിലും രൂപത്തില് ഇവരിത് പറഞ്ഞു, അതിന്റെ പേരിൽ ഇവർ വീണ്ടും വിഷമിച്ച് മുന്നോട്ട് വരണ്ടേ? അങ്ങനെയാണ് അർജുന്റെ കുടുംബത്തിന്റെ പരാതി വരുന്നു മനാഫിനെതിരെ. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ മനാഫ് ശ്രമിച്ചു എന്നാണ് കേസ്. ഇതിനകത്ത് ജാതി വന്നോ, മതം വന്നോ, രാഷ്ട്രീയം വന്നോ, എന്തൊക്കെ വിഷയങ്ങളാണ് ഇതിനകത്ത് വന്നത്? ഏതൊക്കെ രൂപത്തിലാണ് ആ കുടുംബത്തെ കൂടുതൽ വേദനിപ്പിച്ചത്? അങ്ങനെ വീണ്ടും 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 ഈ കേസ് വൈറലാകുകയായിരുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ ഏറ്റെടുത്തു, മീഡിയ ഏറ്റെടുക്കുന്നു, കേസുകൾ വരുന്നു. മീഡിയകളിലൂടെ ഒരുപാട് കിംവദന്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരിപ്പിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിലായി ശിരൂരിലെ മണ്ണിടിച്ചിലാണ് ഈ അർജുന്റെ വിഷയം നമ്മൾ എല്ലാവരും അറിയുന്നത്. അതിനകത്ത് താൻ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് അർജുന്റെ കുടുംബം വാദിച്ചതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും ഒരു രൂപത്തിലും ഞാനത് മുതലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മനാഫ് പറയുന്നു. വാഹനത്തിന്റെ RC സഹോദരന്റെ പേരിലാണെങ്കിലും നോക്കി നടത്തുന്നത് എല്ലാവരും ഒരുമിച്ചാണെന്ന് മനാഫ് വ്യക്തമാക്കി. അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ സഹോദരനുമായിട്ടാണ് മനാഫ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഇക്കാര്യം വ്യക്തമാക്കി കൊടുത്തു ജനങ്ങൾക്ക്. പിതാവിന്റെ മരണശേഷം ബിസിനസ് നമ്മൾ 4 സഹോദരന്മാരും ഏറ്റെടുക്കുകയായിരുന്നു എന്നും അതിൽ സഹോദരനായ മുബീന്റെ പേരിലാണ് വാഹനങ്ങൾ വാങ്ങുന്നത്. കാരണം അവനാണ് യാത്ര ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നത്. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും എനിക്കില്ല, എൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാം വെച്ച് നിങ്ങൾ പരിശോധിക്കൂ എന്ന് പബ്ലിക്കിൽ വന്ന് പറഞ്ഞു. സ്കൂളിൽ ഇന്നലെ നടന്ന ഒരു ചടങ്ങില് അവര് മുമ്പ് എനിക്ക് പണം നൽകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ പണം ഞാൻ സ്വീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പകരം അത് അർജുന്റെ മകന് നൽകാൻ ശ്രമിച്ചു. മകന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചതാണ് ഞാനിപ്പോൾ ചെയ്ത തെറ്റ് എന്നും മനാഫ് പറഞ്ഞു. ചില പരിപാടിയിൽ പോകുമ്പോൾ അവര് തരുന്ന പണം അർജുന്റെ മകന് കൊടുക്കാൻ ആഗ്രഹിച്ചു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് മനാഫ് ചോദിക്കുന്നു. ഇന്ന് ഞാൻ പരിപാടിക്ക് പോയ സമയത്ത് പണം വാങ്ങിയില്ല, അവന് ഭാവിയിൽ ഉപയോഗം ചെയ്യുമെന്ന് കരുതി ചെയ്തതാണ്, മാപ്പ് ചോദിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് അർജുന്റെ കുടുംബം എന്ന് കരുതിയ ആളാണ് ഞാൻ. യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ അർജുന്റെ ഫോട്ടോ മാറ്റി. ഇപ്പം പിന്നെയും അത് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് അർജുന്റെ വിഷയം കൂടുതൽ പുറത്തു കൊണ്ടുവന്നത്. അവരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അർജുനെ തിരിച്ചെത്തിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് മനാഫ് ആവർത്തിച്ചു. മാധ്യമ പ്രവർത്തകരാണ് പെട്ടെന്ന് ന്യൂസ് വന്നാൽ അപ്ഡേറ്റ് ചെയ്യാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്നത്, അതുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ലോറി ഉടമ മനാഫ് എന്ന് ആ യൂട്യൂബ് ചാനലിന് പേരിട്ടതും ആദ്യം ചാനലുകളിൽ എൻ്റെ പേര് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇന്ന് ഏതാണ്ട് 4 ലക്ഷത്തിലേക്ക് അടുക്കുന്ന ഫോളോവേഴ്സ് ഉണ്ട് മനാഫിന്. അർജുനെ കണ്ടെത്തിയ ശേഷം ചാനൽ നിർത്താമെന്ന് മനാഫ് കരുതിയിട്ടുണ്ടായിരുന്നു എന്ന് മനാഫ് പറയുന്നു. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പോലും തനിക്കറിയില്ല, ഒരു വിവാദത്തിനും എനിക്ക് താല്പര്യമില്ല എന്ന് വീണ്ടും പറയുന്നു. അർജുനെ കണ്ടെത്തുന്ന കാര്യം പറയാനും അത് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താനും വേണ്ടി മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് മനാഫ് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞു, അർജുന്റെ കുടുംബത്തെ ഇനി ആരും വേട്ടയാടരുത്, തങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെയാണ് അർജുന്റെ കുടുംബം സിറ്റി പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിൽ വർഗീയ അധിക്ഷേപം നടക്കുന്നു എന്ന് കാണിച്ചിട്ടാണ് കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. കുടുംബത്തിന്റെ വൈകാരികതയെ മനാഫ് ചൂഷണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ബുധനാഴ്ച ഇവർ വാർത്താ സമ്മേളനം നടത്തി. അതിനുശേഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ അർജുന്റെ കുടുംബത്തിന് നേരെ വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നത്. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയും സഹോദരി അഞ്ജു, സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ആരെയും വെറുതെ വിട്ടില്ല. ഇവരെല്ലാവരും ചേർന്നാണ് കമ്മീഷണർ ഓഫീസിൽ പരാതിയുമായി എത്തിയത്.
കുടുംബത്തിനെതിരെ വ്യാപകമായ സൈബർ ആക്രമണത്തെ തുടർന്ന് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ വ്യാഴാഴ്ച വൈകിട്ട് അർജുന്റെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തി. കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പുതിയ വിവാദങ്ങളിൽ വിശദീകരണവുമായി വീണ്ടും വന്നു ലോറി ഉടമ മനാഫ് രംഗത്ത്. ലോറി ഉടമ മുബീനാണ്. ഇന്നലെ കുടുംബത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ അല്പം വൈകാരികമായി പ്രതികരിച്ചു പോയെന്നും അതുകൊണ്ടാണ് എന്തു വന്നാലും ലോറിക്ക് അർജുന്റെ പേരിടുമെന്ന് പറഞ്ഞതെന്നും മനാഫ് പറഞ്ഞു. കുടുംബത്തിന് അത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അർജുന്റെ പേരിടില്ല. നമ്മുടെ അർജുൻ പോയില്ലേ, ഇനി വിവാദങ്ങൾ വേണ്ട, കുടുംബത്തെ ആരും ആക്രമിക്കരുത്, അർജുൻ പോയെന്നും ഇനി വിവാദങ്ങളോ കുടുംബത്തിന് നേരെയുള്ള ആക്ഷേപങ്ങളോ തുടരരുതെന്നും മനാഫ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒന്ന്, അർജുന് 75,000 രൂപ വരെ ചില മാസങ്ങളിൽ പ്രതിഫലം നൽകി എന്നുള്ള വാർത്തയാണ്. അതിന് മനാഫ് പറയുന്നു തന്റെ കയ്യിൽ തെളിവുണ്ട്. ലോറിയുടെ കണക്കുകൾ എഴുതിയ പുസ്തകത്തിൽ പണം കൈപ്പറ്റിയതിന് അർജുൻ ഒപ്പിട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും ചിലപ്പോൾ കുറവും പ്രതിഫലം നൽകിയിട്ടുണ്ട്. പ്രതിഫലക്കാര്യം ഞാൻ പുറത്തു പറഞ്ഞത് അർജുന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് ലഭിക്കുമ്പോൾ ഇക്കാര്യം പരിഗണിക്കുമെന്നുള്ളത് കൊണ്ടാണെന്ന് മനാഫ് പറഞ്ഞു. അർജുന്റെ പേര് പറഞ്ഞ് താൻ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അവർക്ക് വൈകാരികമായി എന്തെങ്കിലും തോന്നിയെങ്കിൽ മാപ്പ് ചോദിക്കുകയാണ് എന്നും പറഞ്ഞു വീണ്ടും മാധ്യമങ്ങളിൽ ഹീറോ ആകുകയായിരുന്നു മാധ്യമ സിംഹം. കാരണം ഇപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും മനാഫിന്റെ പേര്, മനാഫിനെ സംബന്ധിക്കുന്ന വാർത്തയും മാത്രമാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഉറച്ചു കിടക്കുന്നത്. അതുകൊണ്ട് എന്റെ പേര് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ചില സമയം മനാഫിനെ കേൾക്കുമ്പോൾ മനാഫിന്റെ ഭാഗത്തുള്ള ശരികളെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതൊക്കെ ഞാൻ തുറന്നു പറയാറുമുണ്ട്. പിന്നീട് അത് തെറ്റാണ് എന്ന് തോന്നിയാൽ അതും തുറന്നു പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. സൈബർ ആക്രമണത്തിനെതിരെയാണ് കുടുംബം ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മനാഫ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിയവർ തുടങ്ങിയ ആളുകളെയൊക്കെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തത്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിക്കുമെന്നും ഇന്ന് കുടുംബത്തിന്റെ മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഇന്നലെയാണ് അർജുന്റെ കുടുംബം പരാതിയുമായി ഗദ്ദികെട്ട് സഹികെട്ട് എത്തുന്നത്. ഇന്നലെ കോഴിക്കോട് കമ്മീഷണർക്കാണ് അർജുന്റെ സഹോദരി അഞ്ചു പരാതി നൽകിയത്. സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് എന്നാണ് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത്. ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് അർജുന്റെ കുടുംബം ഇന്നലെ രംഗത്ത് വന്നത്. മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കാരണം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും ഭാര്യ അടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് കാര്യങ്ങൾ വിശദമാക്കി. മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി മനാഫും രംഗത്തെത്തി. സൈബർ ആക്രമണം രൂക്ഷമായതോടെ ഇന്നലെ മനാഫ് വാർത്താ സമ്മേളനം നടത്തി അർജുന്റെ കുടുംബത്തോട് നിരുപാധികം മാപ്പും പറഞ്ഞു. അർജുന്റെ കുടുംബത്തിനെതിരായി നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകരുതെന്നും ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മനാഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മനാഫ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിനെയും നിങ്ങൾ വാർത്തയാക്കല്ലേ. വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്നാണ് പറയുന്നത്. ലക്ഷ്യം എന്താണ് എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ആദ്യം തന്നെ മനാഫിനെ ചില ആളുകൾ തിരിച്ചറിഞ്ഞു. നമ്മൾ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞപ്പോൾ അത് തുറന്നു പറയാനും മടിച്ചില്ല. അർജുന്റെ കാര്യത്തിൽ മനാഫ് ഒന്ന് ആളാകാൻ ശ്രമിച്ചു എന്നത് നേരാണ്. ഒരു ജോലിക്കാരന് വേണ്ടി ആത്മാർത്ഥമായി കൂടെ നിന്ന അയാളെ വീട്ടിലെത്തിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്ന് പറഞ്ഞ് വീണ്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഒരു നന്മ മരത്തിന്റെ മേലങ്കി എടുത്തിടാനും കാക്ക മറക്കുന്നില്ല. തന്റെ പ്രതികരണങ്ങൾ വൈകാരികമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നും കാക്ക പറഞ്ഞു. കാക്ക പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ ലെവല് വേറെയാണെന്ന്. അതെ, വളരെ ആലോചിച്ച് കണ്ട് എന്ത് പറയണം എന്ന് ആലോചിച്ച് തന്നെയാണ് മനാഫ് ഓരോ കമന്റും പറയാറുള്ളത്. കാരണം കുടുംബം ഇനി എനിക്കെതിരെ എന്ത് തന്നെ പറഞ്ഞാലും ശരി, പിന്നീട് അവരത് മാറ്റി പറഞ്ഞോളും, അവരത് തിരുത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ്
വീണ്ടും വീണ്ടും നന്മമരം ഒന്ന് കുളിച്ച് വെളുപ്പിച്ച് അങ്ങനെ ആ ഓരോ ശൈലികളെയും ഓരോ ആശയങ്ങളെയും പ്രസ്താവനകളെയും നിലപാടുകളെയും ഒക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഒന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ തലയ്ക്കകത്ത് ആള് താമസമുള്ളവർ ഈ ക്രൂക്കഡായിട്ടുള്ള ചിന്താഗതിയെ മനസ്സിലാക്കിയിരിക്കുന്നു. യൂട്യൂബ് അക്കൗണ്ടിന്റെ പേര് ലോറി ഉടമ മനാഫ് എന്ന് നൽകി. അത് തന്നെ തിരിച്ചറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചാനലിന് അർജുന്റെ ഫോട്ടോ വയ്ക്കുന്നു, നീക്കം ചെയ്യുന്നു, വീണ്ടും വയ്ക്കുന്നു. ഇതൊക്കെ എന്താണ്? അർജുൻ 75,000 രൂപ മാസം ശമ്പളം കിട്ടുന്നെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഇൻഷുറൻസ് തുക കിട്ടുന്നതിന് വേണ്ടിയാണ് താൻ അങ്ങനെ പറഞ്ഞതെന്ന്. എന്നിട്ട് ഓരോ സമയത്തും ഓരോ കമന്റുമായി എങ്ങനെ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാമെന്ന് കാക്കയ്ക്ക് അറിയാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാളികളുടെ മനസ്സില് സ്നേഹത്തിലാണോ, ദയാവായ്പിലാണോ, നിസ്സഹായതയിലാണോ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പേരായി മാറുകയായിരുന്നു കോഴിക്കോട് സ്വദേശിയായ അർജുന്റെ പേര്. കർണാടകയിൽ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് തടി കൊണ്ടുപോകുന്നതിന് വേണ്ടി കർണാടകയിലെത്തിയ അർജുന്റെ ലോറി കാണാതാകുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് അർജുനും ലോറിയും പുഴയിലേക്ക് വീണു. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ പുഴയിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്താൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് വില്ലനായത്. തുടക്കത്തിൽ റോഡിന്റെ 2 വശവും കുന്നുകൂടി കിടന്ന മൺകൂനയിലായിരുന്നു തെരച്ചിൽ നടന്നത്. പക്ഷെ അതിലൊന്നും അർജുന്റെ ലോറി കണ്ടെത്താൻ സാധിച്ചില്ല. 72 ദിവസത്തോളം തിരഞ്ഞ ശേഷമാണ് ഗംഗാവാലി പുഴയിൽ നിന്നും ഡ്രഡ്ജർ സംവിധാനം ഉപയോഗിച്ച് അർജുന്റെ ലോറി കണ്ടെത്തുന്നത്. ലോറിക്കുള്ളിൽ ജീവനറ്റ അർജുനെയും കണ്ടെത്തി. DNA ടെസ്റ്റ് നടത്തിയാണ് ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നത് അർജുന്റെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞത്. അർജുനെ കാണാതായി എന്ന വാർത്ത പുറത്തു വന്ന സമയത്ത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഗ്രഹിച്ചത് അർജുനും കുടുംബത്തിനും വേണ്ടി തന്നെയായിരുന്നു, പ്രാർത്ഥിച്ചതും. മൃതദേഹം 5 ദിവസം മുമ്പാണ് കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ എത്തിച്ചത്. മതാചാര പ്രകാരം സംസ്കരിച്ചു. അർജുൻ ഇപ്പോഴും മലയാളികൾക്കൊരു നീറ്റലാണ്, നീറുന്ന വേദനയാണ്, ഓർമ്മയാണ്. തുടക്കം മുതൽ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും 72 ദിവസത്തോളം ഷിരൂരിൽ നിന്ന് കാര്യങ്ങൾ നോക്കി നടത്തിയതുമെല്ലാം മനാഫായിരുന്നു. എന്നാൽ മനാഫ് കാരണം തങ്ങൾ വലിയ ഒരു വിഷമഘട്ടത്തിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് എന്നും ഞങ്ങൾ ഈ സൈബർ അറ്റാക്കിങ് ഞങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ അർജുന്റെ കുടുംബാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിതുമ്പി. ലോറി ഉടമയെന്ന് പറഞ്ഞ മനാഫ് തങ്ങളുടെ വൈകാരികതയെ മാർക്കറ്റ് ചെയ്യുകയാണെന്നും ശരിയായ ലോറി ഉടമ മനാഫ് അല്ലെന്നും ആ കുടുംബം തുറന്നു പറഞ്ഞു. നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് മനാഫിനെതിരെ കുടുംബം പറഞ്ഞത്. ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും കുടുംബം രംഗത്ത് വന്നു. 3ാം ഘട്ട തെരച്ചിലിൽ മാൽപ്പയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. മാൽപ്പയും മനാഫും നാടകം കളിച്ച് 2 ദിവസം നഷ്ടപ്പെടുത്തി. മാൽപ്പ ഔദ്യോഗിക സംവിധാനത്തെ നോക്കുകുത്തിയാക്കി യൂട്യൂബ് ചാനലിലൂടെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെയായിരുന്നു അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. കുടുംബത്തിന്റെ വാർത്താ സമ്മേളനം വൈറലായതോടെ മനാഫ് മറുപടിയുമായി രംഗത്ത് വരികയായിരുന്നു. മരിച്ച അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും തന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് മനാഫ് ആവർത്തിച്ചു. തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാമെന്ന് മനാഫ് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം 2 കൂട്ടരുടെയും വാർത്താ സമ്മേളനം വലിയ ചർച്ചയായി മാറി. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് നടൻ കിഷോർ സത്യ ഫേസ്ബുക്കിലൂടെ കുറിച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ഇരുകൂട്ടരും ചേർന്ന് വിഴുപ്പെല്ലാം അലക്കിയിട്ടത് അർജുന്റെ ആത്മാവിന്റെ മേലേക്കാണ് എന്നാണ് കിഷോർ സത്യ കുറിക്കുന്നത്. ഇരുകൂട്ടരോടുമായി പറയട്ടെ, ഈ വിഴുപ്പെല്ലാം നിങ്ങൾ അലക്കിയത് അർജുന്റെ ആത്മാവിന് മേലേക്കാണ്. ഒഴിവാക്കാമായിരുന്നു. ഇന്നലെ വരെ നടന്നതും കണ്ടതും പറഞ്ഞതും ഒന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അർജുനെ ഇപ്പോഴും മലയാളികളുടെ നെഞ്ചിൽ ഒരു വിങ്ങലായി തുടരുകയാണ്. ഒഴിവാക്കാമായിരുന്നു, അല്ല ഒഴിവാക്കണമായിരുന്നു എന്നായിരുന്നു കിഷോർ സത്യയുടെ കുറിപ്പിന്റെ പൂർണ്ണഭാഗം. കിഷോർ സത്യയുടെ അതേ അഭിപ്രായം തന്നെയാണ് മലയാളികളിൽ വൻ ഭൂരിപക്ഷം ആളുകൾക്കും. അതേസമയം വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞതോടെ അർജുന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണം ഇരട്ടിയായി. മനാഫിന് വലിയ രൂപത്തിലുള്ള ജനപിന്തുണയും ലഭിച്ചു. 1 മാസം മുമ്പ് ആരംഭിച്ച മനാഫിന്റെ യൂട്യൂബ് ചാനലിന് ഇപ്പോൾ 4 ലക്ഷത്തിലേക്ക് അടുക്കുന്ന സബ്സ്ക്രൈബേഴ്സിലേക്ക് വളർന്നു.
അർജുന്റെ കുടുംബ വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് വരെ 20,000-അടുത്ത് മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു മനാഫിന്റേത്. ഇവിടെ ഇല്ല, ഒരു പണിയില്ല. എന്തേ പണിയില്ലാത്ത ആളുകൾക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ? അങ്ങനെ കുറെ മലരന്മാര്. ലൂമിയ നല്ല സാരംഗി ഉള്ള കൊടുക്കണുണ്ടല്ലേ? ഓക്കെ. സാരംഗിക്ക് നല്ല കൊടുക്കൽ കൊടുക്കുക. ഓക്കെ. ലിസി റനി ഷട്ടപ്പോ ലിസി വീട്ടിൽ പോയി പറ. സാരംഗി എനിക്ക് തോന്നുന്നത് പറയാനാ എൻ്റെ ചാനല്. എന്തേ ഓരോ വിഷയത്തിലും എൻ്റെ അഭിപ്രായം പറയാനാണ് എൻ്റെ ചാനല്. അത് ഞാൻ നിന്നോട് ചോദിക്കണോ എന്താ പറയേണ്ടതെന്ന്? കൊള്ളാലോ. ഞാൻ എന്ത് പണിക്ക് പോകണമെന്ന് ഞാനല്ലേ തീരുമാനിക്കണത്? സോയ മുഹമ്മദേ, നീ ഉസ്താദിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്ക്. ചെല്ലു മക്കളെ. കാക്കമാരെ മനാഫ് കാക്കായ്ക്ക് വേണ്ടിയിട്ട് വാർത്ത് വിളിച്ചു വന്നിട്ടുണ്ട്. കൊള്ളാലോ. ശരിയെന്നാ, നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്തായിരുന്നാലും അർജുന്റെ കുടുംബം ആരോപിച്ചതൊക്കെ ശരിയായിരുന്നു എന്ന് പിന്നീട് പല കാര്യങ്ങളും മനാഫ് തന്നെ സമ്മതിച്ചു. ഇപ്പോ ഈശ്വർ മാൽപേക്കെതിരെയും മനാഫിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം ഉയർത്തിയ സാഹചര്യത്തിൽ കേസെടുക്കുകയല്ലാതെ പോലീസിന് നിവൃത്തിയില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് മനാഫിനും ഈശ്വർ മാൽപേക്കുമെതിരെ കേസെടുക്കുകയാണ് കർണാടക സർക്കാർ. അർജുന് വേണ്ടി നടത്തിയിരിക്കുന്ന തിരച്ചിൽ വഴി തിരിച്ചുവിടാൻ 2 പേരും കിണഞ്ഞ് പരിശ്രമിച്ചു എന്ന് പോലീസ് ആവർത്തിക്കുന്നു. കുടുംബം നടത്തിയ ആരോപണങ്ങൾ സമ്മതിക്കുകയാണ് കാർവാർ SPM നാരായണനും രംഗത്ത് വന്നു. MLA മനാഫ് ആദ്യഘട്ടം മുതൽ തെരച്ചിൽ തിരിച്ചുവിടാനാണ് ശ്രമിച്ചത് എന്ന് കാർവാർ SPM നാരായണ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ മനാഫും ഈശ്വർ മാൽപേ എന്നിവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. SP വ്യക്തമാക്കി. അങ്കോള പോലീസിലാണ് 2 പേർക്കുമെതിരെ കേസ് വന്നിരിക്കുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇവര് 2 പേരും ഈ നാടകങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്നത് ജില്ലാ ഭരണകൂടത്തിന് ആദ്യമേ ബോധ്യപ്പെട്ടതായിരുന്നെന്നും ഔദ്യോഗിക സംവിധാനങ്ങളെ എല്ലാം നിഷേധിച്ചുകൊണ്ട് സമാന്തര തെരച്ചിലിനാണ് ഇവരിവിടെ ശ്രമിച്ചതെന്നും ജനങ്ങളിലേക്ക് സത്യത്തിന് വിപരീതമായ വാർത്ത എത്തിക്കാനാണ് ഇവർ ശ്രമിച്ചതെന്നും പോലീസ് പറയുന്നു. അത് ജില്ലാ ഭരണകൂടം അന്നേ തടഞ്ഞിരുന്നു. ഈശ്വർ മാൽപേക്ക് അനുമതി നൽകാതിരുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്നും SP വ്യക്തമാക്കി. നേരത്തെ മനാഫിനെതിരെ ഗുരുതര ആരോപണവുമായി അർജുന്റെ കുടുംബം രംഗത്തെത്തിയതിന് പിന്നാലെയായിരുന്നു വൈകാരികതയെ ചൂഷണം ചെയ്ത് മനാഫ് സ്വന്തം യൂട്യൂബ് ചാനലിൽ കാഴ്ചക്കാരെ കൂട്ടുകയും മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് എന്നത് യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു. ഇപ്പോൾ കാർവാർ MLAയും SP-യും ഇത് മനസ്സിലാക്കി തങ്ങളോട് പരാതി നൽകാൻ ആവശ്യപ്പെട്ടെന്ന് അർജുന്റെ കുടുംബവും വ്യക്തമാക്കുന്നുണ്ട്. അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെയാണ് സഹികെട്ട് കുടുംബം വീട്ടിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ജിതിനെ കൂടാതെ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ, അച്ഛൻ പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, അഭിരാമി, സഹോദരൻ ഇവരെല്ലാവരും വാർത്താ സമ്മേളനത്തിൽ നിരന്നിരുന്നിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അർജുന്റെ പേരിൽ പലതരത്തിലുള്ള ധനശേഖരണം നടത്തുന്നുണ്ട് എന്നും കുടുംബം ചൂണ്ടിക്കാണിച്ചു. മനാഫ് നിർബന്ധപൂർവ്വം പണം പിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ലെന്നും എന്നാൽ ആളുകൾ അദ്ദേഹത്തിന് പണം കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും കുടുംബം പറഞ്ഞു. അത് വേണ്ട എന്നും കുടുംബത്തിന് ജീവിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ടെന്നും ജിതിൻ പറഞ്ഞു. സഹായിച്ചിട്ടില്ലെങ്കിലും കുത്തി നോവിക്കരുത് എന്നും
അർജുന്റെ കുട്ടിയെ തന്റെ മകനായി വളർത്തുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും കുടുംബം ചോദിച്ചു. ആദ്യഘട്ടത്തിൽ മനാഫിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു സംശയവും ഇല്ലാതിരുന്ന കുടുംബം ക്രമേണ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയ താരമായി അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി കാക്ക പറയുന്ന മറുകണ്ഠം ചാടലും കുറച്ച് അതിതീവ്രത, കുറച്ച് കൂടുതൽ വികാരമായി സംസാരിക്കുന്നതും ഒക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് മറ്റ് സഹായങ്ങൾ ഒന്നും ആവശ്യമില്ല എന്ന് കുടുംബം അറിയിച്ചു. മനാഫിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എന്നും അവർ പറഞ്ഞു. ഇനിയും ഇതേ രീതി തുടർന്നാൽ നിയമപരമായി നേരിടുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ആവർത്തിച്ച കുടുംബം ഒടുവിൽ അതിന് തന്നെ മുതിർന്നു. വേറെ വഴിയില്ല. അതിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപരാധമാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഓരോരുത്തരുടെയും സ്വകാര്യതകളാണ്. ഇപ്പോൾ മനാഫിനെ തള്ളി അർജുന്റെ കുടുംബം രംഗത്ത് വന്നതോടുകൂടിയാണ് കാർവാർ പോലീസും MLA-യും SP അടക്കമുള്ള ആളുകളും ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അനാവശ്യമായി അവരുടെ കുടുംബത്തെ വൈകാരികതയിലേക്ക് തള്ളിവിട്ട് അതുവഴി ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാനാണ് കാക്ക ശ്രമിച്ചത് എന്ന് അവർ പറയുന്നു. ഇപ്പോ വീണ്ടും വന്നിരിക്കുവാണ് രംഗത്ത്. നന്മമരം ചമയുന്നതിന് ഒരു ലിമിറ്റും ഇല്ല. അർജുന്റെ കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്യരുത് എന്നാണ് ഇപ്പൊ മനാഫ് പറയുന്നത്. കുടുംബത്തിന് എന്തെങ്കിലും മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതും ഈ കാക്കാക്കൂട്ടങ്ങളും മൊത്തം മനാഫിനെ വാനോളം പൊക്കി ആ കുടുംബത്തെ അധിക്ഷേപിച്ച് രംഗത്ത് വന്നത് നമ്മളൊക്കെ കണ്ടവരല്ലേ. മാൽപേക്കെതിരെയും കേസ്, മനാഫിനെതിരെയും കേസ്. ചില ആളുകൾ അങ്ങനെയാണ്. ഒരു താത്തായി നമ്മൾ കണ്ടില്ലേ, ഗുരുവായൂർ പോയി നിന്നിട്ട് റീൽസ് എടുത്തു. എന്തിനാ? കുറച്ചൊന്ന് റീച്ച് കൂടുന്നതിന് വേണ്ടിയാ. കിങ് സ്റ്റാർ ഉമ്മായെ ഈ വിളിയാണോ വിളിക്കുന്നത്? അയ്യോ, നിന്റെ ഉമ്മായെ പോലെ അല്ലടാ എല്ലാവരും. അങ്ങനെ വിചാരിക്കല്ല മോനെ. ഉമ്മ അങ്ങനെ നടക്കുന്നത് പോലെയല്ല കേട്ടാ. അയ്യോ, സാരംഗി ഇന്ന് ഒഴിഞ്ഞു വന്നിരിക്കുവാണല്ലേ? ആണോ? അയ്യോ, സാരംഗിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലേ? ശരിയെന്ന് മക്കളെ പോയി വിശ്രമിക്കച്ചേ. ഇതിനകത്ത് കിടന്ന് വല്ലാണ്ട് അഴിഞ്ഞാടണ്ട. അയ്യോ, നോവൈ ഉമ്മ ശാഖയിലാണ് പോണതല്ലേ? കുനിഞ്ഞു നിൽക്കല ജോലി, അതോ മദ്രസയിൽ? മദ്രസയിൽ കുനിഞ്ഞു നിന്നിട്ടുള്ള ശീലമായിരിക്കും അല്ലേ? ശരി. അഭിലാഷ്, മനാഫ കുടുംബത്തെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചു. എന്റെ കുഞ്ഞിനെ പോലെ, എന്റെ അമ്മയെ പോലെ, എന്റെ സഹോദരിയെ പോലെ. സ്വാഭാവികമായിട്ട് ആ പെണ്ണ് ചിന്തിക്കില്ല, അയ്യോ ഇനി അടുത്തത് പറയാൻ എന്താണ്, എന്റെ ഭാര്യയെ പോലെ എന്ന് കാണാൻ പറഞ്ഞു കളയോ? സ്വാഭാവികമാണ്. റിസ്വാൻ മോനെ, ഇതിനകത്ത് കിടന്ന് വല്ലാതെ വിളയണ്ട കേട്ടാ. മക്കൾ പോയിക്കോ, വേറൊരുത്തം വന്നിട്ട് നിർത്തി പോകുമെന്ന് നീ പോടാ മദ്രസപ്പെട്ടാ. ഇത് എന്റെ ലൈവല്ലേ. നോവേ, അതെ, അനാവശ്യം പറഞ്ഞ് സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇവിടെ ഇറക്കി വരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഷാജിയുടെ ഉമ്മയെ മദ്രസയിൽ കുനിഞ്ഞു നിന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ശാഖയിൽ കുനിഞ്ഞു നിൽക്കാൻ പറ്റുമോ എന്ന് അവസരം ചോദിച്ചു വന്നാണ്. ഷാജി, അത്തരക്കാരൊന്നും ശാഖയിൽ ഇല്ലടാ, മദ്രസയിൽ തന്നെ പോയിക്കോ, അതാ നല്ലത്. പോയിക്കോ. കുനിഞ്ഞു നിൽക്കാൻ അവസരം ചോദിച്ചേ കുറെ എണ്ണം വന്നിട്ടുണ്ട്. ശാഖയിൽ അവസരം ഉണ്ടോ? ശാഖയിൽ ഇല്ലല്ലോ. ക്രമേണ മനസ്സിലായിക്കോളൂന്നേ. നമ്മളൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ. അയ്യോ, കിങ് സ്റ്റാർ, ഉമ്മ കുനിഞ്ഞു നിന്ന് മാത്രം കണ്ടിട്ടുള്ള മകൻ. നിനക്കൊക്കെ കുനിഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തയുള്ളൂടെ? തെണ്ടികളെ, അലവലാദികളെ. മദ്രസയിൽ പഠിച്ച സംസ്കാരമാണടാ ഇതൊക്കെ. അലവലാദികളെ. ഇല്ല, എനിക്കൊരു പണിയുമില്ല മുജീബ്. എന്തേ? നാസറ ചോദിച്ചല്ലേ? ഒരു പണിയില്ല. ആ സെയ്ദ് ബാവ ഉമ്മയെ കുറിച്ച് നിർത്തിയ ശീലമായിരിക്കും അല്ലേ മോനെ? ശരി, പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ
നിങ്ങളുടെയൊക്കെ കമൻറ്റുകൾക്ക് മറുപടിയേ പറയരുത്, കമൻറ്റ് വായിക്കരുത് എന്നാണ് എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്നോട് പറയാറുള്ളത്. അത്തരക്കാരെ നമുക്ക് കണ്ടം വഴി ഓടിച്ചേക്കാം. ആ കമൻറ്റും വായിച്ച് അവരുടെ പേരും വായിച്ച് അങ്ങനെ പോലും അവർക്ക് നമുക്കൊരു പബ്ലിസിറ്റി കൊടുക്കണ്ട. മദ്രസയിൽ പിന്നെ പറയാനുണ്ടോ? ചെറിയ പ്രായം മുതൽ കുട്ടികളെ പ്രാക്ടിക്കലും തിയറിയും ഒക്കെ മാറി മാറി പഠിപ്പിച്ചാൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ മനാഫ് കാക്ക എന്ന നന്മ മരം ഏതാണ്ട് കടപുഴകി വീണിട്ടുണ്ട്. കാക്കാമാരെല്ലാം മനാഫ് കാക്കാനെ പൊക്കിക്കൊണ്ട് നടന്നു. ഒടുവിലാണ് മനസ്സിലായത് കാക്കയുടെ തനി നിറം ഇതാണ്. അതുകൊണ്ട് കാക്കയെ പറഞ്ഞു വിട്ടു. കാക്കയുടെ പബ്ലിസിറ്റി കാക്ക എടുത്തോട്ടെ, പക്ഷെ ആ കുടുംബത്തെ പറഞ്ഞിട്ട് വേണ്ടെന്ന് അവരങ്ങ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഇവരുടെ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ചാറ്റ് ബോക്സിൽ വരുന്ന കുറച്ച് അപ്പിക്കുപ്പായ കാര്യങ്ങളും അവരുടെ പേരിട്ടിട്ട് മറ്റന്മാർ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അവരെയൊക്കെ തൽക്കാലം ഞാനങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടാറാണ് പതിവ്. ഒരു നല്ല കാര്യം ഇവർ പഠിപ്പിക്കുന്നത്. ചാറ്റ് ബോക്സ് കണ്ടില്ലേ, കാക്കമാര് വന്ന് മെഴുകുന്നത് കണ്ടില്ലേ? ഇവരുടെ ശരീരം മുഴുവനും ലിംഗമാണ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളും ലൈംഗികപരമായി മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അതുപോലെ അപ്പിക്കുപ്പായ കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അവളുമാർക്കും ഇങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ. നാക്കെടുത്താ തെറിയല്ലാതെ പറയില്ല. കാരണം പറഞ്ഞു പറഞ്ഞ് 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 പരിശീലിച്ച് തഴമ്പിച്ച് ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ലാതായി മാറി. അതുകൊണ്ടാണ് കാക്കായ്ക്ക് വേണ്ടിയിട്ട് ഇവരിറങ്ങിയിരിക്കുന്നത്. അല്ല, അഭിലാഷേ അവർ കേട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോ മാൽപേയും മനാഫും സ്വന്തമായിട്ടുള്ള പ്രമോഷനു വേണ്ടി, ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ആ മരിച്ച പാവത്തെ പോലും വെറുതെ വിടാതെ, അർജുന്റെ ഡെഡ് ബോഡിയെ പോലും, ആ കുടുംബത്തിന്റെ വേദനയെ പോലും കരുവാക്കുകയായിരുന്നു എന്ന് ആ കുടുംബം തന്നെ വന്ന് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനിയൊന്നും പറയാനില്ല. സജീറെ, നിന്റെ ഉമ്മ ഉമ്മയുടെ അത്ര ആട്ടക്കാരി ആരുണ്ടടാ? വേറൊരുത്ത വന്നിട്ടുണ്ട്, സെഫീറ ആസിഫ്. ഇവനൊന്ന് തലയ്ക്ക് വിടുവില്ല. ഡാ, ഞാൻ എന്ത് മറക്കണ ഞാൻ അങ്ങ് തീരുമാനിച്ചോളാം. എന്റെ തല മണപ്പിക്കാൻ നീ ഒന്നും വരണ്ട. തലമണിക്ക് എറിയപ്പെടാം. എന്നെ തട്ടമിടിപ്പിക്കാൻ നടക്കുക. ലോകത്തുള്ള എല്ലാവരെയും തട്ടമിടിപ്പിക്കാനുള്ള കോൺട്രാക്ട് ഇവന്റെ കയ്യിൽ കൊടുത്തിട്ട് പടച്ചോൻ ആകാശത്ത് നിങ്ങോട്ട് വിട്ടതാ. തലമറയ്ക്ക്. വീട്ടുകാരോടൊക്കെ ഇവരൊക്കെ എങ്ങനെയായിരിക്കും നോക്കിക്കേ. ഒരു അൺനോൺ ആയിട്ടുള്ള എന്നോട് ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവന്റെയൊക്കെ വീട്ടിലൊക്കെയുള്ള ആളുകളോട് ഇവനൊക്കെ എന്ത് രൂപത്തിലുള്ള കൾച്ചർലെസ് ആയിട്ടായിരിക്കും ഇവനൊക്കെ ഇടപെടുന്നത്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി. ഫർസാന ഇക്ബാലിനെ എവിടെയോ ചൊറിയുന്നുണ്ടോടി? ഉണ്ടോ? അല്ല, ബ്ലോക്ക് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാ ചോദിച്ചേ. ഉണ്ടെങ്കിൽ പറയണം. അഫ്സലെ, ഉമ്മാടെ വായ മാത്രം കണ്ട് ശീലമായതുകൊണ്ടാണ് നീ ഇത് പറയുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഫർസാന ഇക്ബാലിന് എന്തോ പ്രശ്നമുണ്ട്. ശരി, താത്ത വെക്കോ. നന്ദി.